ഹായ് ഫ്രണ്ട്സ്, മല്ലുവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തമിഴ് സിനിമാ ലോകത്ത് നിന്ന് അടുത്തിടെ ഇറങ്ങിയ ഒരു ത്രില്ലർ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ലോകേഷ് അജൽസ് സംവിധാനം ചെയ്ത നവീൻ ചന്ദ്ര നായകനായ 11. പേര് കേൾക്കുമ്പോൾ ഒരു കൗതുകം തോന്നാമല്ലേ? പതിവ് കുറ്റാന്വേഷണ ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ചിത്രം എന്താണ് വാഗ്ദാനം ചെയ്യുന്നത്? 2025 മെയ് 16 തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത 11 തമിഴിലും തെലുങ്കിലും ഒരേ സമയം ചിത്രീകരിച്ച ഒരു ക്രൈം ത്രില്ലർ ചിത്രമാണ്. ലോകേഷ് അജൽസ് രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ഈ ചിത്രത്തിൽ ACP അരവിന്ദ് എന്ന നായക കഥാപാത്രത്തെ നവീൻ ചന്ദ്ര അവതരിപ്പിക്കുന്നു. അഭിരാമി, രയ ഹരി, ആടുകളം നരേൻ, ശശാങ്ക് തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലുണ്ട്. ഡി ഇമ്മന്റെ സംഗീതവും കാർത്തിക് അശോകന്റെ ഛായാഗ്രഹണവും ചിത്രത്തിനൊരു പ്രത്യേക മൂഡ് നൽകിയിട്ടുണ്ട്. 11 ഒരു സീരിയൽ കില്ലർ സ്റ്റോറിയാണ്. വിശാഖപട്ടണത്തെ ഇരുണ്ട തെരുവുകളിൽ ഒരു ക്രൂരമായ കൊലപാതക പരമ്പര അരങ്ങേറുന്നു. ഇതിലെ ഇരകൾക്കെല്ലാം ഒരു സാമ്യമുണ്ട്. അവരെല്ലാം ഇരട്ടകളാണ്. ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഒരു പ്രത്യേക പാറ്റേണും നിഗൂഢമായ സൂചനകളുമുണ്ട്. സാധാരണ കേസുകൾ പോലും അനായാസം തെളിയിക്കുന്ന മിടുക്കനായ പോലീസ് ഉദ്യോഗസ്ഥൻ ACP അരവിന്ദിന് ഈ കേസ് ഏറ്റെടുക്കേണ്ടി വരുന്നു. ഒരു ബാങ്ക് കൊള്ള കേസ് ഒറ്റയ്ക്ക് ധീരമായി നേരിട്ട് ഒരു സൂപ്പർ കോപ്പിന്റെ വരവ് പോലെയാണ് അരവിന്ദിനെ ആദ്യം അവതരിപ്പിക്കുന്നത്. പിന്നീട് അദ്ദേഹം ഈ ഇരട്ട കൊലപാതകങ്ങളുടെ ചുരുളഴിക്കാൻ ഇറങ്ങുന്നു. തുടക്കത്തിൽ ഈ കൊലപാതകങ്ങൾ ഒരു സാധാരണ സീരിയൽ കില്ലർ കേസ് പോലെ തോന്നുമെങ്കിലും അരവിന്ദ് ആഴത്തിൽ അന്വേഷിക്കുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കണ്ടെത്തുന്നു. സംവിധായകൻ ലോകേഷ് അജൽസ് ഒരു കുറ്റാന്വേഷണ ചിത്രത്തിന് ആവശ്യമായ മൂഡും അന്തരീക്ഷവും ഒരുക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ ദൃശ്യങ്ങൾ മികച്ചതായിരുന്നു. കാർത്തിക് അശോകന്റെ ഛായാഗ്രഹണം എടുത്തു പറയേണ്ടതാണ്. ഡി ഇമ്മന്റെ പശ്ചാത്തല സംഗീതം സസ്പെൻസ് നിലനിർത്താൻ സഹായിച്ചു. ആദ്യ പകുതിയിൽ കഥാഗതി അല്പം പതിയെ നീങ്ങുന്നുവെന്നും ചില ഭാഗങ്ങളിൽ പ്രവചനാതീതമാണെന്നും വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. നായകന്റെ എൻട്രിയും തുടക്കത്തിലെ അന്വേഷണവും അല്പം ഫോമലേക്കാണെന്ന് ചിലർ ചൂണ്ടിക്കാട്ടി. എന്നാൽ രണ്ടാം പകുതിയിൽ, പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ വരുന്ന ട്വിസ്റ്റുകളും സസ്പെൻസും ചിത്രത്തെ ഉയർത്തി. വില്ലൻ കഥാപാത്രത്തിന്റെ കുട്ടിക്കാലത്തെ ട്രോമയും അതിലേക്ക് നയിക്കുന്ന ഫ്ലാഷ് ബാക്ക് രംഗങ്ങളും ചിത്രത്തിനൊരു വൈകാരിക മാനം നൽകുന്നുണ്ട്. ചിത്രത്തിന്റെ നട്ടെല്ല് നവീൻ ചന്ദ്രയുടെ പ്രകടനമാണ്. ACP അരവിന്ദ് എന്ന കഥാപാത്രത്തെ അദ്ദേഹം വളരെ മികച്ച രീതിയിൽ അവതരിപ്പിച്ചു. ഒരു പോലീസ് ഓഫീസറുടെ ഗൗരവവും ബുദ്ധിയും അദ്ദേഹം തന്റെ ഭാവങ്ങളിലൂടെയും ശരീരഭാഷയിലൂടെയും പ്രകടിപ്പിച്ചു. പ്രത്യേകിച്ച് ക്ലൈമാക്സിലെ അദ്ദേഹത്തിന്റെ പ്രകടനം കയ്യടി നേടി. അഭിരാമി ശാന്തി എന്ന കഥാപാത്രമായി നല്ല പ്രകടനം കാഴ്ചവെച്ചു. രയ ഹരി, ശശാങ്ക്, ആടുകളം നരേൻ തുടങ്ങിയ മറ്റു താരങ്ങളും തങ്ങളുടെ റോളുകൾ ഭംഗിയാക്കി. എങ്കിലും നായിക കഥാപാത്രത്തിന് കാര്യമായ പ്രാധാന്യമില്ലെന്നും നവീൻ ചന്ദ്രയും രയാഹരിയും തമ്മിലുള്ള പ്രണയബന്ധം അനാവശ്യമാണെന്നും തോന്നാൻ സാധ്യതയുണ്ട്. സാങ്കേതികപരമായി 11 മികച്ചു നിന്നു. കാർത്തിക് അശോകന്റെ ഛായാഗ്രഹണം ചിത്രത്തിന് ദൃശ്യപരമായ ഭംഗി നൽകുന്നുണ്ട്. ഇരുണ്ട ഷോട്ടുകളും ക്രൈം സീനുകളും വളരെ റിയലിസ്റ്റിക്കായി ചിത്രീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. NB ശ്രീകാന്തിന്റെ എഡിറ്റിംഗ് ചിത്രത്തിന് ഒരു ഒഴുക്ക് നൽകിയിട്ടുണ്ട്. 11 ഒരു പുതിയ പരീക്ഷണമായിരുന്നില്ല, എന്നാൽ ഒരു ക്രൈം ത്രില്ലർ എന്ന നിലയിൽ ചിത്രം പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ആദ്യ പകുതിയിലെ മെല്ലപ്പോക്കും പ്രവചനാതീത സ്വഭാവവും ചെറിയ പോരായ്മകളായി തോന്നിയേക്കാം. എന്നാൽ രണ്ടാം പകുതിയിലെ ട്വിസ്റ്റുകളും നവീൻ ചന്ദ്രയുടെ മികച്ച പ്രകടനവും ചിത്രത്തെ ഒരു ശരാശരി ത്രില്ലറാക്കി മാറ്റുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു തവണ കണ്ടിരിക്കാവുന്ന ഒരു ചിത്രമാണ് 11. വലിയ പ്രതീക്ഷകളില്ലാതെ സമീപിച്ചാൽ ചിത്രം നിങ്ങളെ നിരാശപ്പെടുത്തില്ല. 11 കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ സിനിമാ ചർച്ചകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.